കടന്നു വന്ന ദിവ്യ അനുഗ്രഹങ്ങളും കർത്താവിന്റെ കൃപകളും ധാരാളമായി അനുഭവിപ്പാന്തത്തോളം കർത്താവ് സഹായിച്ച് ആത്മീയഗാനങ്ങൾ പാടി ദൈവത്തിൽ സന്തോഷിച്ച് നമ്മുടെ പ്രത്യാശ പുതുക്കുവാനും ദൈവകൃപ ധാരാളമായി അനുഭവിപ്പാനും കർത്താവ് കൃപ ചെയ്യുന്നു. വിവിധ ശുശ്രൂഷയിലൂടെ നാം പ്രാപിച്ചതായ അനുഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് നിലനിർത്തുവാൻ ഇടയായി തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പ്രതിയാൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം നമ്മോടുണ്ടായിരുന്നു. ഈ വർഷത്തിൻ്റെ പകുതി സമയം നമ്മെ വിട്ട് കടന്നുപോയി. തുടർന്നുള്ളതായ സമയവും ദൈവസാന്നിധ്യം നാം അനുഭവിച്ച് കർത്താവ് നമ്മളെ നടത്തുന്ന എല്ലാ പാതകളിലും പ്രത്യാശ അനുഗ്രഹങ്ങളും പ്രായുപാതകോണം ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ളതായ കൂടിവരവുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും ദൈവം തരുന്നതായ നന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ നന്മകളുമാകും. അത് പറയുമ്പോൾ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ ആസ്യവുമായി ഇങ്ങനെ കൂടി വരുവാൻ സാധിക്കാതെ പൊതു കൂടിവരവുകളില്ലാതെ ദൈവമക്കൾ ദൈവവചനത്തിനായി ദാഹിക്കുന്നു. ആത്മാവിൽ ഒന്ന് ഒരുമിച്ച് ആരാധിക്കുവാൻ തക്കവണ്ണം വളരെ ദാഹിച്ച് ഭാരപ്പെടുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങളെല്ലാം തക്കത്തിൽ വിനിയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുമാനാകട്ടെ. കഴിഞ്ഞ മാസത്തിലും നാം യേശു വളരണം നാമോ കുറയണം എന്നുള്ളതായ ദൈവവചനാടിസ്ഥാനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയിലും ജ്ഞാനത്തിലും ശക്തിയിലും വളർന്നു വന്നു എന്നും അതിനായി നാം കൊട്ടാരം വിട്ട് പുൽത്തൊട്ടിയിലേക്ക് ഇറങ്ങി നമ്മുടെ താഴ്മ ജീവിതത്തിൽ ക്രിസ്തുവിനെ നാം വളർത്തിയെടുക്കണം എന്നും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയുണ്ടായി. നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു മാസക്കാലം അത് വചനങ്ങളെ ഏറ്റെടുത്ത് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച എല്ലാവർക്കും വളർച്ച തന്നെ ദൈവം നൽകിയിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം ക്രിസ്തു എന്ന തലയോളം വളർച്ച പ്രാപിപ്പാൻ തക്കവണ്ണം മായമില്ലാത്ത ദൈവത്തിന്റെ വചനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് തുറന്ന് നമുക്ക് ദൈവസ്ഥനിലായിരിക്കാം. പ്രാർത്ഥനാനിരതരായി അല്പസമയം കൂടെ ദൈവസ്ഥനിലായിരിക്കാൻ തക്കവണ്ണം ഓർപ്പിക്കുകയാകുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ധ്യാനത്തിനായി യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 28-ഉം 29-ഉം വാക്യങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 28-ഉം 29-ഉം വാക്യങ്ങൾ വായിക്കാം. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞു. മറ്റു ചിലർ ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ചു എന്നും പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരിക്കുമ്പോൾ പിതാവിനോട് പറയുകയുണ്ടായി, പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന്. യേശു ക്രിസ്തു ദൈവത്തോട് പ്രാർത്ഥിച്ചതായ സമയം തന്നെ ഉത്തരം സ്വർഗത്തിൽ നിന്ന് ഉണ്ടായി. ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. എന്റെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു നിന്നിലൂടെ, ഇനിയും ഞാൻ എന്റെ നാമത്തെ മഹത്വപ്പെടുത്തും എന്ന ഒരു ശബ്ദമുണ്ടായി. ഈ ശബ്ദം കേട്ടതായ പുരുഷാരം പറയുകയാകുന്നു, ഇടിമുഴക്കം ഉണ്ടായി എന്ന്. അതവർക്ക് ദൈവശബ്ദമായി കേൾക്കുവാൻ കഴിഞ്ഞു എങ്കിലും അതിലുപരിയായി തകർത്ത ഇടിമുഴക്കം പോലെയുള്ള ഒരു ശബ്ദമാകുന്നു സ്വർഗത്തിൽ നിന്നും കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എപ്പോഴാകുന്നു? ഞാൻ എന്റെ നാമത്തെ മഹത്വപ്പെടുത്തി, ഇനിയും എന്റെ നാമത്തെ മഹത്വപ്പെടുത്തും എന്നുള്ളതായ ശബ്ദം കേട്ടപ്പോൾ പുരുഷാരത്തിന്റെ കാതുകളിൽ വലിയ ഇടിമുഴക്കം പോലെയുള്ള ഒരു ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ മുമ്പിൽ നിന്നതായ അനേക നമ്മളെ അത് നാം മുമ്പോട്ട് പോകുന്നതായ അല്ലെങ്കിൽ നാം ഏറ്റെടുക്കുന്നതായ നമ്മുടെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ
അത്ഭുതങ്ങൾ നിമിത്തമായി കർത്താവ് ഇടിമുഴക്കിയതായിട്ടുള്ളതായ വിഷയത്തെ നമുക്ക് ഇന്ന് പകൽക്കാലം ചിന്തിക്കാം. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക എന്നത് ഒരു ചെറിയ കാര്യം അല്ല. കർത്താവിന്റെ നാമത്തെ നാം മഹത്വപ്പെടുത്തുമ്പോൾ അത് തികച്ചും ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവഭക്തന്മാരുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതായ ഹല്ലേലൂയ, സ്തുതി, സ്തോത്രങ്ങൾ, ഇതെല്ലാം തന്നെ അത് ഇടിമുഴക്കം പോലുള്ളതായ ശബ്ദം പുരുഷാരത്തിന് പ്രത്യേകിച്ച് ശത്രുപാളയത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകുവാൻ പാടില്ല. നമ്മുടെ ദൈവം ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവാകുന്നു. നമ്മുടെ ദൈവത്തിന് തുല്യനായി നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവിന് തുല്യനായി ഈ ലോകത്തിൽ നമുക്ക് ആരെയും കാണുവാതെ സാധിക്കുകയില്ല. ഇന്ന് പകൽക്കാലവും നാം ഇവിടെ കടന്നു വന്നപ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ദൈവ സാന്നിധ്യം അനുഭവിപ്പാനിടയായി തീർന്നു. ആത്മാവിൽ പാടി ആരാധിച്ചപ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ, ദൈവശബ്ദം കേട്ടപ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടുവാനും, അത് മാനുഷികമായ ശബ്ദമല്ല, ദൈവശബ്ദം തന്നെയായി അത് കേൾക്കപ്പെടുവാനും ഇടയായി തീർന്നു. അത് ഒരു തകർത്ത ഇടിമുഴക്കം പോലെ നാം അത് ദൈവസനയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് ശത്രുപാളയത്തിലേക്ക് ചെന്ന് ശത്രുവിനെ ഭയപ്പെടുത്തുവാനും, നാം ഇവിടെ കേട്ടതുപോലെ തന്നെ പരാജയമല്ല, ജയത്തിന്റെ കൊടി ദൈവം നമുക്ക് വേണ്ടി ഉയർത്തപ്പെടുവാൻ ഇടയായി തീരുകയാവുന്നു. അങ്ങനെയെങ്കിൽ ഈ പോർക്കളത്തിൽ ആയിരിക്കുന്നതായ ഞാനും നിങ്ങളും പരാജയപ്പെട്ട് ഭയപ്പെട്ട് മാറി നിൽക്കുകയല്ല, ജയത്തിന്റെ ഘോഷധ്വനി മുഴക്കിക്കൊണ്ട് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഇടിമുഴക്കും എന്നുള്ളതായ വിശ്വാസത്തോടുകൂടെ നാം ഈ പോർക്കളത്തിൽ നിൽക്കുന്നുവെങ്കിൽ കർത്താവ് നമുക്ക് ജയം തരിക തന്നെ ചെയ്യും. 86-ാം സങ്കീർത്തനം ദാവീദ് പ്രസ്താവിക്കുമ്പോൾ തന്റെ ഒരു പ്രാർത്ഥനയായിട്ടാകുന്നു ആ സങ്കീർത്തനം ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതുമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തന്റെ ജീവിതത്തിന്റെ കഷ്ടവേളയില്, പ്രയാസഘട്ടങ്ങളില് താൻ അതേ ദൈവത്തോട് പ്രാർത്ഥിച്ചതായ ഒരു പ്രാർത്ഥനയാകുന്നു 86-ാം സങ്കീർത്തനം. അതിന്റെ തലക്കെട്ടിൽ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് ദാവീദിന്റെ പ്രാർത്ഥന എന്നത്. ദാവീദ് വെറുതെ പ്രാർത്ഥിച്ചതല്ല. ദാവീദിന്റെ ജീവിതത്തിൽ അഹങ്കാരികൾ തന്നോട് എതിർത്തു, ഘോരന്മാരുടെ കൂട്ടം പ്രാണഹാനി വരുത്തുവാൻ നോക്കി. മാത്രമല്ല, തനിക്ക് എതിരായിട്ട് അനേക പകയ്ക്കുന്നതായ ശത്രുക്കൾ എഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. അതിന്റെ നടുവിൽ തനിക്ക് ആശ്രയമറ്റവനായി തീർന്നതായ ദാവീദ് ദൈവസ്ഥയിൽ പ്രാർത്ഥിക്കുവാൻ ആയിരിക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ ദാവീദ് ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായവൻ ആരും ഇല്ല. നിന്റെ പ്രവൃത്തിക്ക് തുല്യമായ ഒരു പ്രവൃത്തിയും ഇല്ല. നീ ഉണ്ടാക്കിയ സകല ജാതികളും നിന്നെ അതുകൊണ്ട് മഹത്വപ്പെടുത്തും. ആ വചനം ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം, അതെ, നിന്റെ പ്രവൃത്തിക്ക് തുല്യമായ ഒരു പ്രവൃത്തിയും ഇല്ല. അതുകൊണ്ട് നിന്റെ വിശുദ്ധ ജാതി മുഴുവനും നിന്നെ സ്തുതിക്കുവാനോളം ഇടയായി തീരും. 86-ാം സങ്കീർത്തനത്തിന്റെ അതിലെ 6-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 8-ാം വാക്യം വായിച്ചു. 8-ാം വാക്യം. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായവനില്ല. നിന്റെ പ്രവൃത്തികൾക്ക് തുല്യമായ ഒരു പ്രവൃത്തിയുമില്ല. നിന്റെ പ്രവൃത്തികൾക്ക് തുല്യമായ ഒരു പ്രവൃത്തിയുമില്ല. ഇന്ന് ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായ ദൈവമക്കൾക്ക് ദാവീദിനോട് ചേർന്ന് പറയുവാൻ സാധിക്കുമോ? ദേവന്മാരിൽ നിനക്ക് തുല്യനായ ഒരു ദൈവവും ഇല്ല. നിന്റെ പ്രവൃത്തിക്ക് തുല്യമായ ഒരു പ്രവൃത്തിയുമില്ല. അതുകൊണ്ട് സകല ജാതികളും നിന്നെ മഹത്വപ്പെടുത്തും എന്നാകുന്നു. അതെ, പിതാവിനോട് നിന്റെ നാമം മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഒരു ശബ്ദം കേട്ടു, ഞാൻ അതെ എന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും, അത് ഇനിയും മഹത്വപ്പെടുത്തും എന്നുള്ളതായ ശബ്ദം പുതിയ നിയമസഭയോടുള്ളതായ ശബ്ദമാകുന്നു. ദൈവത്തിന്റെ സഭ ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം അതെ ഞാൻ ഇനിയും മഹത്വപ്പെടുത്തും. നിന്റെ ശുശ്രൂഷ കാലയളവിൽ എന്റെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ഇല്ല, തീർന്നില്ല. ദൈവസഭയെ ഒഴിവാക്കി ദൈവസഭയിലൂടെ ഞാൻ എന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരും. ദാവീദ് എന്താകുന്നു പറയുന്നത്? നിനക്ക് തുല്യനായ ഒരുവനും ഒരു ദേവനും ഇല്ല. ദേവന്മാരെന്ന് പേർ പറയുവാൻ ധാരാളം ദേവന്മാർ
ദേവന്മാർ ലോകത്തിലുണ്ട്. എങ്കിലോ നിനക്കു തുല്യനായ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിവുള്ള, നിനക്കു തുല്യനായ ഒരു ദേവനുമില്ല. നിന്റെ പ്രവർത്തിക്ക് തുല്യമായ ഒരു പ്രവൃത്തിയുമില്ല. അതുകൊണ്ട് തന്റെ വിശുദ്ധ ജാതികൾ മുഴുവനും നിന്നെ നമസ്കരിക്കും, നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇടയായത്. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താകുന്നു പ്രിയപ്പെട്ടവരെ? അതെ, നാം ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നാകുന്നു. നാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് പല നിലയിൽ പല വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നാം ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവസഭ. എന്നാൽ അധരബലമെന്ന സ്തോത്രയാഗം അർപ്പിച്ചാകുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്. ദൈവത്തിന്റെ സ്തോത്രം. നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഇവിടെ കാരണം പറയുന്നുണ്ട്. 13-ാം വാക്യം വായിക്കുമ്പോൾ ദാവീദ് പറയുകയാകുന്നു, നിന്റെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തുവാൻ കാരണം എന്താകുന്നു? എന്നോടുള്ള നിന്റെ ദയ വലുതല്ലോ, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും പറയുവാൻ സാധിക്കും, കർത്താവേ, ഞാൻ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു, ഞാൻ നിന്റെ നാമത്തെ ഉയർത്തുന്നു. കാരണം എന്താണെന്നറിയാമോ? നിന്റെ ദയ എത്ര വലുതാകുന്നു, നിന്റെ കരുണ എത്ര വലുതാകുന്നു. ഇന്ന് പകൽക്കാലം മരണത്തിന്റെ അതേ പലവിധമായ കെണികൾ നമ്മെ തേടി കഴിഞ്ഞ നാളുകളിൽ ശത്രു നമുക്ക് ചുറ്റുമായി വനഞ്ഞപ്പോൾ ദൈവത്തിന്റെ കൃപയുടെ കരത്തിൽ നമ്മെ താങ്ങി മരണദൂതൻ അരികിൽ വന്നപ്പോൾ ദൈവത്തിന്റെ കരം നമ്മെ സൂക്ഷിച്ച് പരിപാലിച്ച് ഇവിടെ കൊണ്ടുവന്നത് ദൈവത്തിന്റെ ദയയാകുന്നു, ദൈവത്തിന്റെ കരുണയാകുന്നു. ശത്രു സൈന്യം പാതാളത്തിലേക്ക് നമ്മൾ പ്രാണനുമായി നമ്മുടെ ആത്മാവുമായി നമ്മെ വലിച്ചിഴച്ചതായ സമയത്ത് നമ്മുടെ അതേ ദൈവം നമ്മെ തന്റെ കരനീട്ടി പാതാളത്തിൽ നിന്ന് രക്ഷിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ധൈര്യമായി പറയാകുന്നു, നിന്റെ നാമത്തെ ഞാൻ ഉയർത്തുമെന്ന്, നിന്റെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തുമെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. 13-ാമത്തെ വാക്യം വായിച്ചാണ്, എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ, നീ എന്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. എന്നോടുള്ള നിന്റെ ദയ വലുതല്ലോ, നീ എന്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്നതായ ശുശ്രൂഷകരായ എനിക്കും നിങ്ങൾക്കും അടക്കം അത് ധ്യാനിക്കുവാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? നിന്റെ ദയ എത്ര വലുതാകുന്നു കർത്താവേ, നിന്റെ ദയ എത്ര വലുതാകുന്നു. നീ എന്നെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. നമുക്ക് പറയുവാനിടയായി തീരണം, ഞാൻ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും എന്ന് 12-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ അതേ ദാവീദ് വീണ്ടും പറയുകയാകുന്നു, അതുകൊണ്ട് ഞാൻ എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് നമ്മൾ മഹത്വപ്പെടുത്തുന്നത് പോലെയല്ല, ഞാൻ പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തും. വായിച്ചാട്ടെ, 12-ാമത്തെ വാക്യം വായിച്ചാട്ടെ. എന്റെ ദൈവമായ കർത്താവേ, എന്റെ ദൈവമായ കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോട് നിന്നെ സ്തുതിക്കും. ഞാൻ പൂർണ്ണ ഹൃദയത്തോട് നിന്നെ സ്തുതിക്കും. പകുതി ഹൃദയത്തോടു കൂടിയല്ല, ഉറങ്ങിയും തൂങ്ങിയുമല്ല, അതേ മനസ്സില്ലാ മനസ്സോടെയല്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലുതാകുന്നു. നീ എന്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. അതേ ശത്രുവിന്റെ കണിയിൽപ്പെടാതെ വണ്ണം നീ എന്നെ സൂക്ഷിച്ചു കാത്തു. രോഗത്തിന്റെ പീഡനന്റെ ശക്തിയിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. എത്രയെത്രയോ പ്രതികൂല സാഹചര്യങ്ങളിൽ എനിക്ക് വേണ്ടി നീ യുദ്ധം ചെയ്ത് എന്നെ സഹായിച്ച് എന്നെ രക്ഷിച്ചു. അതുകൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയാകുന്നു? പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തും എന്നാകുന്നു സ്ഥാപിച്ചിരിക്കുന്നത്. ദൈവത്തെ എങ്ങനെയാകുന്നു മഹത്വപ്പെടുത്തുന്നത് എന്ന് ഈ ദാവീദ് തിരുവൃത്താന്ത പുസ്തകത്തിൽ തന്റെ മകനായ ശലോമോൻ ആലയം പണിയുവാതക്കണം താൻ ഒരുക്കി വെച്ചതായ പൊന്നും വെള്ളിയും മരവും എല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചതിന് ശേഷമായി, കർത്താവേ, എന്റെ മകനായ ശലോമോൻ അവൻ ചെറുപ്പക്കാരനാകുന്നു, അവന് ഇതിനൊന്നും ജ്ഞാനമോ കഴിവോ ഇല്ലാത്തവനാകുന്നു എന്നൊക്കെ ദൈവത്തോട് പറഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ ഈ ഒരുക്കി വെച്ചതെല്ലാം ആലയം പണിക്ക് വേണ്ടി കൊടുക്കുകയാകുന്നു എന്ന് പറഞ്ഞ് ദൈവസ്ഥനെ അധികമായി താഴ്ത്തുന്ന ദാവീദിനെ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുകയാകുന്നു. ദാവീദിനെല്ലാം കൊടുത്തിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിനക്ക് തന്നെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്ക് പുകഴുവാനോ പ്രശംസിക്കുവാനോ ഒന്നുമില്ല. എനിക്ക് തന്ന ആരോഗ്യം, എനിക്ക് തന്നതായ ധനം, എനിക്ക് തന്നതായ ബലം, എനിക്ക് തന്ന ശക്തി എല്ലാം നിന്റെ ദാനമാകുന്നു, അല്ലാതെ എനിക്ക് ഒന്നും പുകഴുവാനില്ല. നീ എനിക്ക് തന്നു, അതുകൊണ്ട്
അതുകൊണ്ട് ഞാൻ നിനക്ക് അത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആലയം പണിക്ക് കൊടുത്തതായ പണത്തെക്കുറിച്ചും സാധന സാമഗ്രികളെ കുറിച്ചും പൊന്നിനെ കുറിച്ചും വെള്ളിയെ കുറിച്ചും മരത്തെ കുറിച്ചും തന്റെ ജ്ഞാനത്തെക്കുറിച്ചും ഒക്കെ താൻ അവിടെ ദൈവസേനയിൽ പ്രതിഷ്ഠിക്കുകയാകുന്നു. അവൻ ദൈവത്തോട് പറയുകയാകുന്നു, കർത്താവേ, നിങ്കിൽ നിന്ന് വാങ്ങി നിനക്ക് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ദയ എന്നോട് വലുതായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഓരോരുത്തരും ഓർത്തുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം ദൈവത്തിന്റെ ദാനമാകുന്നു, നമുക്ക് തന്നിരിക്കുന്ന ബലം ദൈവത്തിന്റെ ദാനമാകുന്നു, ദൈവത്തിന്റെ സാമ്പത്തിക നന്മകൾ തന്നിരിക്കുന്നവർ അത് ദൈവത്തിന്റെ ദാനമാകുന്നു. കർത്താവേ, നിന്നിൽ നിന്ന് ഞാൻ പ്രാപിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. അത് നിനക്ക് പ്രയോജനപ്പെടുത്തുന്നെങ്കിൽ, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നെങ്കിൽ, എന്റെ ശരീരം കൊണ്ട് അധ്വാനിക്കുന്നെങ്കിൽ, എന്റെ ബലം ദൈവത്തിന്റെ വേലയ്ക്ക് പ്രയോജനപ്പെടുത്തുന്നുവെങ്കിൽ, എന്റെ ജ്ഞാനം ദൈവത്തിന്റെ വേലയ്ക്ക് പ്രയോജനപ്പെടുത്തുന്നെങ്കിൽ അത് നീ തന്ന ജ്ഞാനമാകുന്നു. നീ തരാതെ എനിക്ക് ഒന്നും പറയുവാനില്ല കർത്താവേ, നിനക്ക് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്തണം എന്ന് ശലോമോൻ അവിടെ പ്രസ്താവിക്കുന്നുണ്ട്. 1 ദിനവൃത്താന്തം 29 അധ്യായത്തിന്റെ 19 വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും എന്നാവുന്നു. വായിച്ചാട്ടെ 29 അധ്യായത്തിന്റെ 13 വാക്യം. 1 ദിനവൃത്താന്തം 29 13 വാക്യമായി, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുമെന്ന്. ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കും. ദൈവത്തെ നാം എങ്ങനെയാവുന്നു മഹത്വപ്പെടുത്തേണ്ടത്? ദൈവത്തിന്റെ സ്തോത്രം നമുക്ക് എല്ലാവരും സുപരിതമായ കാര്യമാണെങ്കിലും പരിശുദ്ധാത്മാവിനെ ഓർപ്പിച്ച് ഉണർത്തുകയാവുന്നു. ദൈവത്തിന്റെ ദയ നമ്മോട് വലുതായിരിക്കുന്നതിനാൽ, നമ്മുടെ പ്രാണനെ അധമപാടാത്ത വിടുവിച്ചതിനാൽ, ശത്രുവിന്റെ ഘോരത്വമായ പലവിധമാകുന്നതായ എല്ലാ ശത്രുത്വങ്ങളിൽ നിന്നും നമ്മെ വിടുവിച്ച ദൈവസന്നിധിയിൽ ഇന്ന് നിർത്തിയിരിക്കുന്ന ദൈവത്തെ നാം എങ്ങനെ മഹത്വപ്പെടുത്തണം? അവനെ സ്തോത്രം ചെയ്തവനെ മഹത്വപ്പെടുത്തണം. പൂർണ്ണ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യണം. ഇന്നലെ പരിശുദ്ധാത്മാവ് ഇവിടെ വേലക്കാട് യോഗത്തില് ആദരവനവൻ സ്തോത്രയാഗം അർപ്പിക്കുന്നതിനെ കുറിച്ച് ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ധനവാനും ദരിദ്രന് യാഗം അർപ്പിക്കുവാന്നൊക്കെ പഴയ നിയമകാലത്ത് വരും. എങ്കിലോ ദരിദ്രന് അവന് കാശില്ല എങ്കിൽ അവൻ ദരിദ്രനായതിനാൽ 2 കുറുപ്രാവിനെ കൊണ്ടുവന്നാൽ മതി, അത് ദൈവത്തിന് പ്രസാദകരമായി തീരും. എങ്കിലോ ധനവാൻ വലിയൊരു കാളയെ കൊണ്ടുവരികയാകുന്നു, വലിയ കാളയെ കൊണ്ടിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പുതിയ നിയമസഭയോട് ഓർപ്പിക്കുകയാകുന്നു, നമ്മളാരും ദരിദ്രന്മാരല്ല, നമ്മെ സമ്പന്നരാക്കി തീർക്കുവാൻ യേശു ഏറ്റവും ദരിദ്രനായി തീർന്നു. അത് ദൈവത്തിന്റെ കൃപയത്രയെന്ന് പൗലോസ്ലീഹ കൊരിന്ത്യ സഭയോട് പറയുമ്പോൾ, ഞാൻ നിങ്ങൾ അതേ സമ്പന്നന്മാരാകുന്നു. അതേ സമ്പന്നന്മാർ അതേ ദൈവത്തിന്റെ സന്നിധിയില് അതേ കൊമ്പും കുളമ്പുമുള്ളതായ മൃഗത്തെ കൊണ്ടുവരണം. അതായത് ശക്തിയുള്ളതായ കാളയെ കൊണ്ടുവരണം. അതായത് നമ്മുടെ സ്തോത്രം എന്ന അതരവന് അത് പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം, അതിന് വ്യക്തതയുണ്ടായിരിക്കണം. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം നമ്മെ മഹത്വപ്പെടുവാൻ ഇടയായി തീരും. ദൈവത്തിന്റെ സ്തോത്രം. ഇതെല്ലാം സങ്കീർത്തനക്കാരൻ ദിവസത്തിൽ ഓർപ്പിക്കുകയാകുന്നു. തന്റെ ജീവിതത്തില് വന്നതായ പ്രതികൂലം അതേ സാധാരണ പ്രതികൂലമല്ല. 14 വാക്യത്തില് 85 വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാകുന്നു, അഹങ്കാരികൾ എന്നോട് എതിർത്തിരിക്കുന്നു, മാത്രമല്ല ഘോരന്മാരുടെ കൂട്ടം എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു, മാത്രമല്ല അവിടെ 17 വചനത്തിൽ എഴുതിയിരിക്കുകയാകുന്നു, അതെ എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ പകയ്ക്കുന്നവരുണ്ട് എന്ന്. എന്നെ പകയ്ക്കുന്നവരുണ്ട് അതേ ഘോരന്മാരുടെ കൂട്ടം തന്നെ എഴുതിച്ചിരിക്കുന്നു. അഹങ്കാരികൾ എന്നോട് എതിർത്തിരിക്കുന്നു. എന്റെ കർത്താവേ, സഹായത്തിനായി എഴുന്നേൽക്കണമേ. സഹായം ചെയ്തതായ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ന്നതായി കാണുക. ഇതെല്ലാം സ്തോത്രം ചെയ്ത് അവനെ മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ദാവീദിന് അറിയാം. എങ്ങനെ മഹത്വപ്പെടുത്തണം, എങ്ങനെ സ്തുതിക്കണമെന്ന് ദാവീദിന് അറിയാം. എന്നിട്ടും ഈ പകയ്ക്കുന്നവരുടെയും ഈ തള്ളിക്കളയുന്നവരുടെയും ഘോരന്മാരുടെ ഒക്കെ മുമ്പില് എനിക്കൊരു അടയാളമായിട്ട്, കർത്താവേ എനിക്കൊരു അടയാളം നീ കാണിച്ചു തരണമെന്ന് ഇന്നൊരു മാതാവ് ഇവിടെ സാക്ഷ്യത്തിൽ കൂടെ ഓർപ്പിക്കുകയുണ്ടായി. എനിക്കൊരു അടയാളം കാണിച്ചു തരണമേ. ദൈവത്തിന്റെ സ്തോത്രം. അടയാളം കാണിച്ചു തരണം. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല. ദൈവത്തെ വാതുറന്ന് സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ അടയാളമല്ല കാണിച്ചു തരുന്നത്. മുറ്റത്ത് നിൽക്കുന്ന വാഴയുടെ ഒരു കൈയൊടിഞ്ഞു പോകണം, അല്ലെങ്കിൽ പ്ലാവിന്റെ ഒരു കൊമ്പൊടിഞ്ഞു പോകണം, അല്ലെങ്കിൽ അത് സംഭവിക്കണം, ഇത് സംഭവിക്കണം, അങ്ങനെയുള്ള അടയാളമല്ല. നമ്മിൽ തന്നെ അടയാളം കാണിക്കാവുന്നു. അതിന് ഉത്തരമായി ദാവീദ് അവിടെ പറയുന്നുണ്ട്, യഹോവേ നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. അടയാളം
എന്താകുന്നു? ദൈവമേ, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നല്ലോ. നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങൾ, ശത്രുത്ര വലിയവനാണെങ്കിലും ശത്രുത്ര ഘോരത്വത്തോട് നമ്മളോട് പ്രവർത്തിക്കുന്നുവെങ്കിലും മരണത്തിന്റെ കരണങ്ങൾ നമുക്ക് നേരെ അതേ നിഴലായി നമുക്ക് നമ്മുടെ കണ്ണാലെ കാണുവാൻ സാധിക്കുമ്പോൾ തന്നെ ഭയപ്പെട്ട് പിന്മാറുകയല്ല. നാം ദൈവത്തെ സ്തുതിക്കുവാൻ തക്കോണം നാം ഘോര സ്വരത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ, പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ സംഭവിക്കുന്നറിയാമോ? ഒറ്റ അടയാളം മാത്രമാകുന്നു. നമുക്ക് ദൈവം ആശ്വാസം നൽകി നമ്മെ അനുഗ്രഹിച്ചയക്കുകയാകുന്നു. മന്നാ ദൈവത്തിനെ പ്രാർത്ഥിച്ചു, ദൈവത്തിനെ ജാഗരിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. അവൾ കടയാളം എന്താകുന്നു കൊടുത്തത്? ദൈവം നിന്നെ സമാധാനത്തോടെ അയക്കുമാറാകട്ടെ. അവളുടെ ഹൃദയത്തിൽ വലിയ സമാധാനമുണ്ടായി. പിന്നെ അവളുടെ മുഖം പാടിയില്ല എന്ന് അതേ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം കടന്നു പോകുന്ന പാതയില് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൊണ്ട് നാം വാതുറും ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തിന് സ്തുതിയും സ്തോത്രം അർപ്പിക്കുമ്പോൾ സംഭവിക്കുന്നതെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു ആശ്വാസം. ഇന്ന് പകൽക്കാലം വചന ശുശ്രൂഷയ്ക്ക് മുമ്പായി തന്നെ പാട്ടുകൾ പാടിയപ്പോൾ, പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടപ്പോൾ